24 സ്ത്രീയാണ് പ്രേക്ഷകർ കാണുന്നത്. 3 വഴികളാണ് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മുന്നിലുള്ളതെന്ന് നികിത സച്ചു എന്ന യുവതി ഫേസ്ബുക്കിൽ കുറിച്ചത് കേട്ടുകേൾവിയിൽ നിന്നായിരുന്നില്ല, സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരുന്നു. മരിക്കുക, സഹിക്കുക, പോരാടുക, ഇതാണ് സ്ത്രീകൾക്ക് മുന്നിലുള്ള ആ 3 വഴികൾ എന്ന് പറയുന്ന നികിത തിരഞ്ഞെടുത്തത് പോരാട്ടത്തിന്റെ വഴിയായിരുന്നു. അതിലാണ് ഏറ്റവും ഭംഗിയുള്ള, കംഫർട്ടബിളായ, കോൺഫിഡൻ്റായ നമ്മൾ ഉള്ളത് എന്നതാണ് നികിതയുടെ പക്ഷം. ആ നമ്മളാണ് ശരിക്കും നമ്മൾ എന്ന തിരിച്ചറിവിൽ നികിത തിരികെ പിടിച്ചത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ ജീവിതം തന്നെയായിരുന്നു. തോൽക്കരുത് എന്ന നിശ്ചയദാർഢ്യത്തിന് പിന്നിൽ ഈ ഭൂമിയിലെ അതിജീവനത്തിനായി പൊരുതുന്ന ഒരു സ്ത്രീയും തോൽക്കരുത് എന്ന നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നാടൻ ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വെച്ചു വിളമ്പുന്ന ചായക്കപ്പൽ എന്ന ആർട്ട് കഫേയുടെ സാരഥിയാണ് നികിത. ചായക്കപ്പലിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച നികിതയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ആദ്യം ഒരു റിപ്പോർട്ട്. റാൻഡോവേഴ്സ് ഓഫ് ആർട്ട് ആൻഡ് ഫ്ലേവർ എന്നാണ്. അപ്പോൾ ആർട്ടും രുചിയും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഹാപ്പിനെസ്സാണ് ഞങ്ങൾ ശരിക്കും ഇവിടെ സെർവ് ചെയ്യണത്. ഞങ്ങളുടെ കുക്കിംഗ് മെത്തേഡൊക്കെ ശരിക്കും വീട്ടിലുണ്ടാക്കണ ഒരു സിസ്റ്റമാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സ്പൈസസും ഞങ്ങൾ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ്. വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ കുക്ക് ചെയ്യുക. പിന്നെ ഭക്ഷണത്തിന് കുറച്ചുകൂടെ കളർ ഉണ്ടാവാൻ വേണ്ട സാധനങ്ങളോ അല്ലെങ്കിൽ കുറച്ചുകൂടെ രുചി ഉണ്ടാവാൻ വേണ്ട ഒരു സാധനങ്ങളും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കൈമുതലായിരുന്ന പാചകകല ജീവിതോപാധിയാക്കാൻ നികിത സച്ചു തീരുമാനിച്ചത്. ചുറ്റുമുള്ള സൗഹൃദക്കൂട്ടം പിന്തുണയുമായെത്തി. നല്ല ഭക്ഷണം വിളമ്പിയാൽ ആരും ചോദിച്ചെത്തുമെന്ന ആത്മവിശ്വാസമാണ് ചായക്കപ്പൽ എന്ന ചെറിയ സംരംഭത്തിന്റെ വിജയം. രുചിയേറും നാടൻ ഭക്ഷണം തേടിയെത്തുന്നവരെ ചായക്കപ്പലിൽ വരവേൽക്കുന്നത് ചിത്രങ്ങളും പുസ്തകങ്ങളും റൂമി വാചകങ്ങളും. മ്യൂസിക് കഫേ എന്ന രീതിയിൽ സംരംഭം വികസിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യം. സർഗാത്മകമായി ഒന്നും ചെയ്യാനില്ലാതെ യാന്ത്രികമായി മാത്രം ജീവിക്കാനാവില്ലെന്ന തിരിച്ചറിവാണ് ഒരു സാധാരണ കുടുംബിനിയിൽ നിന്ന് വഴിമാറി നടക്കാനുള്ള നികിതയുടെ തീരുമാനത്തിനു പിന്നിൽ. നിലപാടുകൾ വീട് വിട്ടിറങ്ങുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. ഗായികയായും അഭിനേത്രിയായുമെല്ലാം കഴിവ് തെളിയിച്ച നികിത ചായക്കപ്പലിലൂടെ ജീവിതത്തിന്റെ പുതിയ നിറം കണ്ടെത്തുകയാണ്. 24 സ്ത്രീ. നികിതയുടെ പോരാട്ടം എങ്ങനെയായിരുന്നു? ജീവിതത്തിൽ ഒറ്റയ്ക്കായപ്പോൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എത്രത്തോളം കരുത്ത് നൽകി? ചോദിച്ചറിയാം നികിതയോട് തന്നെ. സ്വാഗതം നികിത 24 സ്ത്രീയിലേക്ക്. ഹലോ, ഗുഡ് ഈവനിങ്. നികിതയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഒടുക്കത്തെ എനർജിയാണ്. നരകതുല്യമായ ജീവിതത്തോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് മുഴുമിപ്പിക്കാത്ത ഒരു ഡിഗ്രി കോഴ്സ്, അതുപോലെ തന്നെ 2 ഡ്രസ്സ്, സ്വന്തം കുട്ടിയെ പോലും അവിടെ ഉപേക്ഷിച്ച് പോരേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഈ ഒടുക്കത്തെ എനർജി ജീവിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. ഒടുക്കത്തെ എനർജി എവിടെ നിന്ന് കിട്ടി? ഞാൻ 3 വർഷം മുൻപിലേക്ക് പോവുകയാണ്. അത് ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്റേണലി ഉള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. പക്ഷേ വളരെ ചെറുപ്പത്തിൽ ഒരു 21ാമത്തെ വയസ്സിലെ കല്യാണം കഴിച്ചു പോയിട്ട് നമ്മുടെ സൊസൈറ്റി അനുവദിച്ച് തന്നിട്ടുള്ള ഒരിടത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ലൈഫിൽ. പക്ഷെ അധിക നാളൊന്നും നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ വഴിയിലേക്ക് തന്നെ തിരിച്ചു വരും. പിന്നെ കുക്കിംഗ് എൻ്റെ ഒരു പാഷനായിരുന്നു. പിന്നെ അന്ന് എഴുതിയ കുറിപ്പ് അത് ശരിക്കും ഒരു FB സ്റ്റാറ്റസ് മാത്രമാണ്. അത് മൊത്തത്തിലുള്ള ഒരു അനുഭവക്കുറിപ്പൊന്നുമല്ല. ഞാനതൊരു വുമൻസ് ഡേ വിഷസ് അങ്ങനെ ഒരുപാട് FBയിൽ കണ്ടിട്ട് ആ ഒരു സമയത്തിട്ടൊരു സ്റ്റാറ്റസ് മാത്രമാണ്. അപ്പോൾ വീട്ടിൽ നിന്നുണ്ടായ അങ്ങനെ ഒരു അവർക്കത് ഡിവോഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു ചെറിയൊരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു ജീവിക്കാനുള്ള എനർജി ഇൻ ദ സെൻസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ എബിലിറ്റീസിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചീവ് ചെയ്യുക എന്നുള്ള സ്ഥാനത്ത് തന്നെയാണ് ആ എനർജി കിട്ടിയത്. പിന്നെ ഞാൻ കുറച്ചും കൂടി നമ്മൾ എപ്പോഴും വുമൻസിനെ ഒരുപാട് സാക്രിഫൈസിങ് ചെയ്യുക എന്നുള്ളതെന്ന് അതിന് നമ്മളെപ്പോഴും
വല്ലാതെ ഇങ്ങനെ എലാബറേറ്റഡ് ആയിട്ട് അത് ഏറ്റവും വലിയ കാര്യമാണ് ജീവിതത്തിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സഹിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ച് ഒരു കുടുംബത്തിനുള്ളിൽ ഞാൻ കുടുംബജീവിതം ചീത്തയാണെന്നുള്ളതല്ല പറയണത്, അതിൽ കംഫർട്ടബിളായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായൊക്കെ ഒഴിവാക്കി മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുമ്പോൾ നിങ്ങളെന്തോ ദൈവമായി തീരുന്നു എന്നൊരവസ്ഥ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതങ്ങനെയൊന്നുമല്ല. എല്ലാവരും അവരവരെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് അവരവർക്ക് വേണ്ടി കൂടി തന്നെയാണ് ജീവിക്കേണ്ടതെന്ന തിരിച്ചറിവിൽ നിന്നാണ് എനിക്ക് എനർജി ഉണ്ടായത്. അതായത് അത്തരത്തിൽ നമ്മൾ ഈ എല്ലാം സാക്രിഫൈസ് ചെയ്ത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ പോലും നമുക്കതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ വലിയ തെറ്റില്ല അല്ലേ? സന്തോഷം കണ്ടെത്താൻ വഴി കംഫർട്ടബിളായി ഒരുപാട് ആളുകളുണ്ടാവും. അതെ, പക്ഷെ സന്തോഷം കിട്ടുന്നില്ല, നമ്മൾ വെറുതെ സഹിക്കുന്നു എന്നൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ നമ്മുടെ ഒരു മാനസിക നില ഇതുമായി പൊരുത്തപ്പെടാതെ വരുന്നത് അല്ലേ? അതല്ല, നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരാളുടെ ഏറ്റവും വലിയ കംഫർട്ട് ലെവൽ. അപ്പോൾ നമ്മൾ എന്താണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. നമ്മുടെ പെൺകുട്ടികളൊക്കെ തന്നെ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഞാൻ എന്താണെന്ന് മനസ്സിലാവുന്നത്. അതിനൊക്കെ മുന്നേ ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടും അല്ലെങ്കിൽ പലവിധ നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു വീട്, കാറ്, ലോൺ, ആ ഒരു രീതിയിലേക്കൊക്കെ പോയിട്ട് അവനവൻ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്പേസോ അല്ലെങ്കിൽ അതിനുള്ള സമയമോ നമ്മൾ ഒരു വ്യക്തിക്കും കൊടുക്കാറില്ല. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പിന്നീടുള്ള നമ്മുടെ ജീവിതം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ ജീവിതം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നികിതയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒന്നുമാകാത്തൊരു പ്രായത്തിലാണ് ഇത്തരത്തിലേക്കൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നുമില്ലാതെ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തെ നേരിട്ടത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സമൂഹത്തിൽ നിന്ന് ലഭിച്ച പിന്തുണ എത്രത്തോളം കരുത്ത് നൽകിയിട്ടുണ്ട്? എനിക്ക് സമൂഹത്തിൽ നിന്ന് യാതൊരു പിന്തുണയും ഒരു കുറച്ചു കാലം മുൻപ് വരെ ലഭിച്ചിട്ടില്ല. ഞാൻ കുറച്ചും കൂടെ ഇപ്പോൾ ഈ ഒരു ചായക്കപ്പൽ എന്നൊരു ഐഡൻറ്റിറ്റിയിൽ ഞാൻ എത്തിയതിന് ശേഷം മാത്രമാണ് ചിലരെങ്കിലും അതിങ്ങനെ അത്തരത്തിൽ പോസിറ്റീവായിട്ട് അതിനെ സമീപിക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു 5% മാത്രമാണ് ഒരു വുമൺ എന്ന നിലയിൽ ഒരു പെൺകുട്ടി ഒരു നാടും വീടും വിട്ട് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നതും ജീവിതമാർഗം ഒറ്റയ്ക്ക് തേടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഒരു 5% മാത്രമാണ് അതിനെ പോസിറ്റീവായിട്ട് റീച്ച് ചെയ്തിട്ട് നീ പൊന്തി വരണം, അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഒരുപാട് എനർജി ഉണ്ട്, നീ അത് യൂസ് ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരേ ഉള്ളൂ. സൊസൈറ്റിയിൽ ഇപ്പോഴും ഇപ്പോൾ ആ പോസ്റ്റിന് താഴെ തന്നെ കാണാൻ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വന്നൊരു അമ്മയാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ലൈക്ക് അതുണ്ടാവുന്നത് വുമൺ എന്ന് പറയുന്നത് അത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാകുമ്പോഴാണ്, കുഞ്ഞ് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഒരു സിറ്റുവേഷനിലും അങ്ങനെ ഒരു കുഞ്ഞിനെ സുരക്ഷിതമായ മറ്റൊരിടത്ത് ഏൽപ്പിച്ച് സ്വന്തമായിട്ട് ഒരു ജീവിതമാർഗ്ഗം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിലേക്ക് പോകാൻ ഒരു സ്ത്രീക്കും കേരളത്തിൽ ആരും തന്നെ അങ്ങനെ ഒരു അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒക്കെ അനുവദിച്ച് കൊടുക്കലാണല്ലോ, നമ്മളെല്ലാ വുമൻസിനും അനുവദിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു അനുവദിച്ച് കൊടുക്കൽ ഇന്ന് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയുടെ ഇന്ന് നിലനിൽക്കുന്ന സ്ട്രക്ചറാണ് എൻ്റെ പ്രശ്നങ്ങളെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. മേ ബി ഞാൻ കേരളത്തിലല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയൊന്നും സഫർ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ഇപ്പം എൻ്റെ പാരൻസിനാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അത് ഒരു പേഴ്സൺ അല്ല, ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ അത്രയും കാലം വളർന്ന് വന്ന സൊസൈറ്റിയാണ്. അപ്പോൾ അത് ഒരു സൊസൈറ്റിയാണ് അയാളെ മൊത്തത്തിലായി ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരാളെ മാത്രം ഇപ്പോൾ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ 3.5 വർഷത്തിന് ഇപ്പുറം നിന്നിട്ട് എനിക്കിപ്പോൾ അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. എനിക്ക് ആ വിവാഹത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഒരു വുമൺ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. മറിച്ച് അതൊരു പുരുഷനാണെങ്കിൽ മേ ബി അത് ആക്സെപ്റ്റഡ് ആവുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ കരയുകയാണെന്ന് വിചാരിക്കും, ഞാൻ കരയാണ്, അയ്യോ എന്നെ ദയവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യൂ, ഞാൻ ലൈഫിൽ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണുള്ളത്, ഞാൻ വല്ലാതെ കരഞ്ഞ് എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോയിട്ട് തിരികെ എത്താം. ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. മരണത്തിന് ശേഷമുണ്ടായ ഒരു ഓപ്പൺ വേക്കൻസി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. സ്വാഭാവികമായും പല പരിഗണനകൾ വെച്ചും പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായി വന്നാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായം പറയുകയും സ്വാഭാവികമായും ഞാൻ കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തി എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ സ്ഥാനാർത്ഥി ആകുന്നില്ല എന്നുള്ളത് പ്രഖ്യാപിച്ചത് വളരെ വൈകിയാണ്. സ്വാഭാവികമായും ശ്രീ KC വേണുഗോപാൽ ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതിന് ശേഷം മാത്രമാണ് ഇവിടെ ഒരു ഓപ്പൺ വേക്കൻസി വരുന്നത്. എൻ്റെ നാട്ടിൽ എനിക്ക് അവസരം കിട്ടി എന്നുള്ളത് തീർച്ചയായും അതിനുശേഷമുണ്ടായ ഒരു സംഭവം എന്നുള്ള നിലയിലാണ്. അതിനകത്ത് മറ്റ് തർക്കങ്ങളോ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും തന്നെയില്ല.
അതല്ല, ഒരു കാരണവശാലും അങ്ങനെയല്ല. അത് കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിന് ചില ഘട്ടങ്ങളുണ്ട്, പരമ്പരാഗതമായിട്ടുള്ള ചില രീതികളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ തെരഞ്ഞെടുപ്പ് സമിതികളിലേക്ക് ഈ പേരുകൾ വരുന്നതും അവസാനം അത് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാരെ എൻ്റെ അഭിപ്രായം ഞാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകിപ്പിച്ചത് ഈ പറയപ്പെടുന്ന സീറ്റുകളിലെല്ലാം മികച്ച സ്ഥാനാർത്ഥികളും ജയം ഉറപ്പാക്കണമെന്നുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും 20 സ്ഥാനാർത്ഥികളും വിജയിക്കുന്ന ഒരു അവസരം അതുകൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഷാനിമോൾ ഉസ്മാൻ, UDF ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ഒരു വനിതാ പ്രാതിനിധ്യം എന്ന നിലയ്ക്ക് കൂടി ഇതിപ്പോൾ അത് 24 സ്ത്രീ പ്രാധാന്യത്തോടെ കാണിച്ചതാണ്. നികിത സച്ചുവിലേക്ക് തിരികെ പോയാൽ, നികിത ഇപ്പോൾ നികിത തന്നെ പറഞ്ഞല്ലോ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയും നികിതയ്ക്ക് കിട്ടിയില്ല എന്ന്, ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് പോലും പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. ചിലരൊക്കെ ഫോണിലൊക്കെ വിളിച്ച് എന്താണ് പറഞ്ഞത്, ഈ ഒരു പെണ്ണാണ് എന്തായാലും ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഇരിക്കും, അത് കഴിയുമ്പോൾ നീ തിരിച്ചങ്ങോട്ടേക്ക് പോകും എന്ന തരത്തിലേക്ക് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് നികിത ആ ജീവിതം അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയത്, ജീവിതം തിരികെ പിടിക്കുക എന്നത് ആ ചെറിയ പ്രായത്തിൽ. പിന്നീട് എങ്ങനെയായിരുന്നു? പല ജോലികളൊക്കെ പരീക്ഷിച്ചു പോയി, സ്ക്രിപ്റ്റ് റൈറ്ററോ അല്ലെ അങ്ങനെയുള്ള പല ജോലികളിലൊക്കെ പോവുകയുണ്ടായി. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം? ഞാൻ സീഡിറ്റിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ വേക്കൻസി ഉണ്ട് നവകേരളം പ്രോഗ്രാമിന് വേണ്ടിയിട്ടാന്ന് അറിഞ്ഞിട്ട് അവിടെ ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതപ്പോൾ പെർ സ്ക്രിപ്റ്റ് ആയിരുന്നു പേയ്മെൻറ്റൊക്കെ. അപ്പോൾ എനിക്ക് പേയ്മെൻറ്റിൻ്റെ പ്രശ്നം വന്നപ്പോൾ പിന്നീടാണ് ഇറാം ഇൻഫോടെക്കിൽ അങ്ങനെ പുസ്തകക്കട ഓൺലൈൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പുസ്തകം വിൽക്കാനായിട്ട് അതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഓഫീസും പിന്നെ പുസ്തക വിൽപ്പനയൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഒരു നിയർലി ഒരു 1 ഇയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഫുഡിൻ്റെ ഒരു ക്രേസ് ഒരുപാട് വർഷം മുന്നിട്ട്. ഞാൻ കുറച്ച് നാൾ ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4-5 വർഷം മുന്നേ അവിടെ ഇങ്ങനെ ഫുഡിൻ്റെ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കിങ്ങിനോടുള്ള ഒരു അഭിനിവേശമാണ്. അതാണ് പിന്നെ ഡെവലപ്പായിട്ട് ചായക്കപ്പലായിട്ട് വന്നത്. അതെ, അപ്പോൾ ഈ ചായക്കപ്പൽ എന്താണ്? ചായക്കപ്പൽ എന്നുള്ള ആ പേര് ഒരു വെറൈറ്റി പേരാണ്. അപ്പോൾ ആദ്യം ഈ ചായക്കപ്പൽ എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചായകളുടെ തന്നെ പല വെറൈറ്റികളുള്ളൊരു കടയാണോ എന്ന് വിചാരിക്കാം. ചായകളുടെ പല വെറൈറ്റി ഉണ്ടോ എന്ന് തോന്നുന്നു. പക്ഷെ ചായക്കപ്പൽ എന്ന ആ പേരിന് പിറകിലുള്ളത് എന്താണ്? ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഒരു സീ ഫുഡിൻ്റെ തീം കൊണ്ടുവന്നിട്ട് സീ ഫുഡ് മെയിനായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ വിചാരിച്ചപ്പോൾ അത് എൻ്റെ മനസ്സിൽ വന്നൊരു ഇമേജാണ്. എനിക്കിങ്ങനെ ഒരു നീലക്കടലിൽ ഇങ്ങനെ ദൂരെ നിന്ന് ഒരു കപ്പൽ ഇങ്ങനെ കുറേ ഫുഡും കൊണ്ടിട്ട് കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെ വരികയാണെന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജിൽ നിന്നാണ് ചായക്കപ്പൽ എന്നുള്ള പേര് വരുന്നത്. അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ടീ ഉണ്ട്. പക്ഷേ മെയിനായിട്ടും ചായകളുടെ ഒരു സ്പെഷ്യൽ സെൻറ്റർ അല്ലാതെ എല്ലാ തരത്തിലുള്ള നാടൻ ഫുഡുകളും ലഭ്യമാക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ ഒരു ആർട്ട് ഹൗസ് എന്ന പോലെയാണ് എനിക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു ആർട്ട് ഹൗസ് പോലെയാണ് തോന്നുന്നത്. ആർട്ട് കഫേ എന്ന് പറയാം അല്ലേ? അതായത് ഒരുപാട് പെയിന്റിങ്ങുകളുണ്ട്, പിന്നെ കവിതകൾ, അതിൻ്റെ ശകലങ്ങൾ എഴുതിയിട്ടുണ്ട്, ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ തരത്തിലൊരു ആർട്ട് ഹൗസ് എന്ന രീതിയിലേക്ക് തന്നെയാണ്. അപ്പം നികിതയ്ക്ക് ഈ എഴുത്തും അക്ഷരങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധം അതെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. നികിത പാട്ട് പാടും, അഭിനേത്രിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കലയുമായിട്ടുള്ളൊരു ബന്ധം കൂടിയാണോ, അതും ഭക്ഷണവും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണോ ഈ ചായക്കപ്പൽ ഒരുക്കിയിട്ടുള്ളത്? ആണ്. എനിക്ക് പെയിൻറ്റ് ചെയ്യില്ല. പക്ഷേ എനിക്ക് പെയിൻറ്റിങ്ങിനോട് വല്ലാത്തൊരു അസൂയ കലർന്നൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ആർട്ടിന് പല ആംഗിൾസ് ഉണ്ടല്ലോ, അതിനൊരു കുറേ ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഒരാൾക്ക് അവിടെ കുറച്ച് റൂമിയുടെ കുറച്ച് വരികളാണ് ഉള്ളത്, പിന്നെ കുറച്ച് പെയിൻറ്റിങ്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്, കുറച്ച് ആൻറ്റിക് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ലൈവ് മ്യൂസിക് എന്നുമില്ല, വല്ലപ്പോഴേ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ച് സെലക്ടഡ് സോങ്സ് പ്ലേ ചെയ്യാറുണ്ട്. ഉണ്ട്. അതൊരു സൂഫി തീമിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ആർട്ടും പിന്നെ നല്ല രുചികരമായ ഭക്ഷണവും ചേരുമ്പോൾ ഉണ്ടാവണ ഒരു പുതിയ തരം ആർട്ട് എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്പേസാണ് ഞാൻ അവിടെ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഇട ആവണം എന്നത് എനിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഞാനപ്പോൾ അങ്ങനെ പെയിൻറ്റിങ്സൊക്കെ നമ്മൾ വരപ്പിച്ചതാണ്. സിജിൻ നിതിൻ എന്ന് പറഞ്ഞ 2 ആർട്ടിസ്റ്റുകളാണ് വരച്ചത്. നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ വരച്ചെടുത്തതാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഒരാൾ വളരെ ശാന്തമായിട്ട് വളരെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ പലരും ഇങ്ങനെ ജോലി സ്ഥലത്തു നിന്നൊക്കെ കഴിഞ്ഞ് വരുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഈവനിങ് വളരെ ശാന്തമായിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഇടമായിരിക്കണം എന്നതാണ് എനിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു.
അപ്പോൾ ഇതിന് ഈ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആംബിയൻസ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എന്നുള്ളതാണല്ലേ? അതാണ് നികിതയുടെ ആ മനസ്സിലുണ്ടായിരുന്നത്. അത് പിന്നെ നമ്മളിപ്പോൾ കഴിക്കുന്ന ഇലയിൽ ചോറുണ്ണതും അത് വേറൊരു സെറാമിക് പ്ലേറ്റിലിരുന്ന് കഴിക്കുന്നതും തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ അതിൻ്റെയൊക്കെ എനർജി നമ്മളെ ബാധിക്കുന്നുണ്ട്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ചായക്കപ്പൽ ഉണ്ടാക്കിയത്. ഇതിന്റെ ഈ ഇന്റീരിയർ ഒക്കെ ചെയ്തതും നികിത തന്നെയായിരുന്നു? ഇത് പരിസ്ഥിതി സൗഹൃദമായ രീതിയിലേക്ക് ചെലവ് കുറഞ്ഞും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തതൊക്കെ നികിതയുടെ ഐഡിയ ആണോ ഇത് മുഴുവൻ? എൻ്റെ മാത്രം ഐഡിയ അല്ല ഇത്. എനിക്ക് ഇതിൽ തൽഹത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പാർട്ട്ണർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇതിനകത്തുള്ള എംപ്ലോയീസും കുറച്ച് സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പോൾ ഞാനും തൽഹത്തും കൂടെ ഇരുന്നിട്ട് നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഐഡിയാസാണ് ഇത്. പിന്നെ ലൈറ്റിംഗ് ഒക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ ഭയങ്കരമായ ചാർജൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് അന്ന് നമുക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത, ഞാൻ ഒരു 100 രൂപയുടെ അച്ചാർ കുപ്പിയൊക്കെ വാങ്ങിയിട്ട് അതിനകത്ത് ലൈറ്റ് ഇട്ടൊക്കെ ചെയ്ത ലൈറ്റ്സാണ് അവിടെ ഉള്ളത്. പിന്നെ സൈക്കിളിൻ്റെ ട്യൂബ് വാങ്ങിയിട്ട് അതിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തെടുത്ത ലൈറ്റാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഇൻറ്റീരിയർ വർക്ക് അങ്ങനെ ടോട്ടലി പുറത്തുനിന്ന് ചെയ്യിപ്പിക്കാതെ സത്യം പറഞ്ഞാൽ അത് ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അതങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ ഒഴിഞ്ഞു പോയപ്പോൾ വേറെ നിവർത്തിയില്ലാതെ നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം എനിക്കത് മനസ്സിലായി എന്ന് വെച്ചാൽ അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്താൽ അത് ചെയ്യാനുള്ള ഒരു അൽഗോരിതം ഹ്യൂമൻസിനുണ്ട്. സൈക്കിൾ വീലിൽ നിന്ന് ലൈറ്റ് ഹോൾഡർ ഉണ്ടാക്കുന്നതും കൈകൊണ്ടുണ്ടാക്കുന്ന ആ ലൈറ്റുകളും അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ തടി ബെഞ്ചും മേശയും മങ്ങിയ വെളിച്ചവും ആ പെയിന്റിങ്ങുകളും അതെല്ലാമാണ് അതിന് ഈ ചായക്കപ്പലിനെ മറ്റുള്ളതിൽ നിന്നൊക്കെ വേറിട്ട് നിർത്തുന്ന ഘടകവും. അത് എനിക്ക് ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. ഞാനതിലൊരു സിംപ്ലിസിറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളിലും. പിന്നെ ഞങ്ങളുടെ മെനുവും അങ്ങനെ തന്നെയാണ്. ഒരു 10 രൂപ തൊട്ട് എത്ര മേലേക്ക് വേണമെങ്കിലും വന്ന് ഭക്ഷണം കഴിച്ച് പോവാവുന്ന മെനു ആണ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നത്. അത് ആ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ അടുത്ത കാലം വരെ നികിത തന്നെയായിരുന്നു അല്ലേ? ഭക്ഷണം ഉണ്ടാക്കി ഒരു 2 ആഴ്ചക്കാലം മുൻപ് വരെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ജോർജ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് നിന്നൊരു ഷെഫുണ്ട്. അപ്പോൾ പുള്ളിയാണ്, ഞാൻ ചില വിഭവങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, ബാക്കി പുള്ളിയാണ് ചെയ്യുന്നത്. ചില വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ബീഫ് ചെയ്യാറുണ്ട്, എഗ് റോസ്റ്റ് ചെയ്യാറുണ്ട്. അത് രണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ളൂ. ഇടയ്ക്ക് ചിക്കൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ജോർജ് തന്നെയാണ്, ആ ചേട്ടനാണ്. അതിൽ ഈ കൂടുതലും നാട്ടു രുചികളാണല്ലേ, നമ്മുടെ നാടൻ ഭക്ഷണം, ചോറ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അതാണ് നാടൻ സാധനങ്ങളാണ്. പിന്നെ മെയിനായിട്ട് ട്രിവാൻഡ്രത്തെ ഒരു തമിഴ് കൾച്ചറാണല്ലോ, ഇവിടുത്തെ ഒരു ഫുഡ് കൾച്ചർ വേറെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാത്ത ഒരു രുചി കൊണ്ടുവന്നിരിക്കുക. ഞാനപ്പോൾ തൃശ്ശൂരിൽ നിന്നാണല്ലേ, എൻ്റെ അമ്മയൊക്കെ അമ്മ പെരിന്തമണ്ണയാണ്. അപ്പോൾ നമ്മളിവിടെ താളും പിന്നെ വെള്ളരിക്ക പുളിങ്കറിയും പിന്നെ വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങക്കായും അങ്ങനത്തെ കുറേ എനിക്ക് മനുഷ്യന്മാർക്ക് വളരെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന എന്നാൽ ഒരിക്കലും മടുക്കാത്ത അങ്ങനത്തെ കുറേ ഡിഷസാണ്. പിന്നെ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ ഉണ്ടാവണ ഒരു പക്ക മെനു ഉണ്ട്. നമ്മൾ ഊണ് വയ്ക്കാൻ പോയാൽ സാമ്പാർ ഉണ്ടാവും, അവിയലുണ്ടാവും, സ്ഥിരം മെനു ഉണ്ട്. ഞാൻ അതിനെയൊക്കെ പൊട്ടിച്ചിട്ട് സാധാരണ റെസ്റ്റോറൻറ്റ് ഇല്ലാത്ത ഒരുപാട് സാധനങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് മടുക്കുന്നുണ്ട്, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ചോറിന് ഒരു ദിവസം ഒരു കറിയാണെങ്കിൽ വേറെ ദിവസം തീർച്ചയായിട്ടും വേറൊരു സാധനമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് വീട്ടിലുണ്ടാക്കണ മാതിരി തന്നെയാണ് പ്രിപ്പയർ ചെയ്യണേ, വെളിച്ചെണ്ണയിലാണ് ചെയ്യുക. അങ്ങനെ നല്ല രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഒരു ഇൻറ്റേർണൽ ഹാപ്പിനെസ്. എനിക്ക് അവിടെ വർക്ക് ചെയ്യണ എല്ലാവരും തന്നെ, ഇപ്പോൾ അവിടെ ഏത് സെക്ഷനിൽ, ദോശയുടെ സെക്ഷനിൽ ഏതിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെയും അയാൾ ആ ഇൻറ്റേർണൽ ഹാപ്പിനെസ്സോട് കൂടി അത് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത്തരത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ സാധാരണ നമുക്ക് ഗോതമ്പ് ദോശയുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു ഗോതമ്പ് കഞ്ഞിയും ഓട്സും കൂടെയുള്ള പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കഞ്ഞി ഇന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ വട്ടയപ്പമുണ്ട്. അങ്ങനെ വളരെ നാടനായിട്ടുള്ള എന്നാൽ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ കിട്ടാത്ത ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ, ഈ ഗോതമ്പ് കഞ്ഞി, ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെൽത്തി ഫുഡ് ആഗ്രഹിക്കുന്നവർക്കല്ലേ, അത് സാധാരണഗതിയിൽ ഈ ഗോതമ്പ് ദോശയൊക്കെ ഒരു ഹോട്ടലിലും നമുക്ക് ലഭിക്കാറുള്ളതല്ല എന്ന് തോന്നുന്നു. അല്ല. പിന്നെ എൻ്റെ അച്ഛൻ ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ അച്ഛൻ ട്രിവാൻഡ്രത്ത് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്, ഒരു എബവ് 50 ഒരുപാട് ആളുകളുണ്ട് ഒരു മെൻസ് ഹോസ്റ്റലിൽ. പക്ഷേ ഇവരുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ രാത്രി ആകെ ചപ്പാത്തി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ എപ്പോഴും ഇങ്ങനെ അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വേറെയും അങ്ങനെയുള്ള ആളുകൾക്ക് കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതിലാണ് ഞാൻ ഗോതമ്പ് ദോശയും പിന്നെ ഈ നുറുങ്ങ് ഗോതമ്പ് കഞ്ഞിയൊക്കെ കൊണ്ടുവന്നത്.
അത് ഈ പൊതിച്ചോറ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് ഓരോ ദിവസത്തെ മെനു ഇടുന്നത് കണ്ടിട്ടുണ്ട്. അത് എല്ലാ ദിവസവും അങ്ങനെ ഇടുക എന്നുള്ളതാണോ, അങ്ങനെയാണോ? അല്ല, അത് ഞങ്ങൾക്കൊരു പേജ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാനത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോകണില്ല. പൊതിച്ചോറ് ഉണ്ടായിരുന്നു, ഇപ്പം നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഷോപ്പിൽ ഉച്ചയ്ക്ക് തിരക്കായപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ മാത്രമേ തൽക്കാലം ഇപ്പോൾ അവിടെ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ ഈ നമ്മൾ അതിൻ്റെ മെനു വായിച്ച് നോക്കുമ്പോൾ മീൻ കൂട്ടാൻ, മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, പച്ചക്കറി മുളോഷ്യം, മോര് കൂട്ടാൻ, അവിയൽ, കാളൻ, ഓലൻ, അങ്ങനെയൊക്കെ ഇത് വായിച്ച് അതിൻ്റെ പടങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ചായക്കപ്പലിലൊന്നും വന്നേ പറ്റൂ. എവിടെയുള്ളവർക്കാണേലും ഒരു ആഗ്രഹം ഉണ്ടാവും അത് കാണുമ്പോൾ. അതുപോലെയാണ് അത്. അത്രയും നമ്മളെപ്പോഴും വീട്ടിൽ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്ന, വീട്ടിലുണ്ടാക്കുന്ന അതേ ആ ഒരു രുചിയാണ് ഇതിന്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകാറുണ്ട് ഈ അത്രയ്ക്ക് നല്ല രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നമുക്കത് കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പറയാതെ തന്നെ അത് നമുക്കത് അനുഭവവേദ്യമാകുന്നുണ്ടോ എന്നതാണ്. പിന്നെ ഈ ഫുഡ് കളർ ഇല്ല, സ്വയമായി പൊടിച്ചെടുത്ത അല്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതെല്ലാം നമ്മൾ തന്നെ പൊടിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിഷ്കർഷ വച്ച് പുലർത്തണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ മായം ഉള്ളതൊക്കെ പലയിടത്തുനിന്നും പഴകിയ ഭക്ഷണം പിടിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പൈസസ് ചേർക്കുന്നു, പല സാധനങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമായ പലതും ചേർക്കുന്നു. അപ്പോൾ അത്തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് കൂടിയാണോ ഇങ്ങനൊരു നിഷ്കർഷ? ഞാൻ തീർച്ചയായും അതൊരു ഉപഭോക്താവിന് അത്തരം സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നൊരു നിഷ്കർഷ വച്ചിരിക്കുന്നത്. അതുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് തോന്നേണ്ടത് വളരെ ഹാപ്പിനെസ് ആണ് ശരിക്കും ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ അവർ ഭയങ്കര കംഫർട്ടായി എന്നുള്ളൊരു സാധനമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കളേർഡ് ഫുഡൊക്കെ ഒന്നാമത് അൺഹെൽത്തിയാണ്, രണ്ടാമത് നമ്മളിപ്പോഴും അത് ചൂസ് ചെയ്യില്ല. ഇപ്പോൾ പുറത്തുള്ള ഡിഷസ്, ഇപ്പോൾ കേരളത്തിലുള്ള ഇപ്പോൾ ഷവർമ ആണെങ്കിലും എന്നും ഒരാൾ ഷവർമ ചൂസ് ചെയ്യില്ല. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അവരവരുടെ മദർ ടങ്ങിനോട് തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ലാംഗ്വേജിനോട് തോന്നുന്ന ഒരു സാധനം നമ്മുടെ ഭക്ഷണത്തോടും ഉണ്ട്. ഇപ്പോൾ ഒരു ബംഗാളി ഇവിടെ വരികയാണെങ്കിൽ അയാളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അവരുടെ കിട്ടുന്ന ബംഗാളി അവർ വേവിച്ചെടുക്കുന്ന റൈസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ നാടൻ ഭക്ഷണത്തിലേക്ക് വന്നത്. പിന്നെ ഹെൽത്തി ആയിരിക്കുക എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ഇതെല്ലാം ഒഴിവാക്കുന്നത്. പിന്നെ ഒരു ഭക്ഷണത്തിൻ്റെ തനത് രുചിയുണ്ടല്ലോ, അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക ഇങ്ങനത്തെ കളറും ടേസ്റ്റ് മേക്കേഴ്സൊന്നും ആഡ് ചെയ്യാതിരിക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ അത് കൂടുതൽ സംഗീത സാന്ദ്രമാക്കുക എന്നതാണെന്ന് തോന്നുന്നു അല്ലേ അടുത്ത ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ മനസ്സിലേക്കുള്ളത്, ഈ ചായക്കപ്പലിനെ കൂടുതൽ സംഗീത സാന്ദ്രമാക്കിക്കൊണ്ട് അല്ലേ? അത് അങ്ങനെയാണോ ഇനി അടുത്തൊരു പ്ലാൻ? അവിടെ ശരിക്കും ഒരു സോളോ പെർഫോമൻസ് ഇടയ്ക്ക് വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സ്പേസിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ അവിടെ ഒരു ആംപ്ലിഫയർ ഒക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടെ സ്പേസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ട് എന്തെങ്കിലും സോളോ പെർഫോമൻസ് എല്ലാ ആഴ്ചയിൽ ഒരിക്കൽ വെക്കാവുന്നതിലേക്ക് വരണം എന്നുണ്ട്. മാത്രമല്ല അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അത് ജസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർക്ക് ഒരു പ്ലാറ്റ്ഫോം നൽകാൻ ചിലപ്പോൾ എനിക്ക് സാധിച്ചേക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെയും അതെ, ഇപ്പോൾ അവിടെ ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഈ റെസ്റ്റോറൻറ്റിനെ ചുറ്റപ്പെട്ട് വരുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ഈ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും വളരെ നന്ദി നികിത, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ചതിന്. നികിതയുടെ ജീവിതം ഒരു വലിയ ഉദാഹരണമാണ്. അതിജീവനത്തിനായി പോരാടുന്ന ഏതൊരു സ്ത്രീക്കും ഉദാഹരണമായി സ്വീകരിക്കാവുന്ന ജീവിതമാണ് നികിതയുടേത്. നികിതയ്ക്ക് ഭാവിയിലേക്ക് വേണ്ടി എല്ലാ ആശംസകളും 24 സ്ത്രീ നൽകുകയാണ്. വീണ്ടും മറ്റൊരു അതിഥിയുമായി നാളെ കാണാം. നമസ്കാരം.